എൻ്റെ ബീഫ് അങ്ങനെ തിളച്ച് നല്ല നെയ്യൊക്കെ വന്ന് സൂപ്പറായി തിളച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അടുക്കളയൊക്കെ ഒരുവിധം വൃത്തിയാക്കിയിട്ട് പോയി ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ചെന്നിരുന്ന് പിന്നെ മൊബൈലും കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യും. കണ്ടോ ഞാനുണ്ടാക്കുന്ന ബീഫ്. ഇതിന് നല്ല മൂപ്പിച്ച് വരട്ടി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പാക്ക് ചെയ്ത് മോന് കൊടുത്തു വിടാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് ഇനി അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഇതിനെ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും ഇത് കിണ്ടിപ്പറക്കി എടുക്കണം. അപ്പം വീണ്ടും ഞാൻ ഇത് സൂപ്പർ ബീഫ് വേണ്ട. ഒന്നും ആയില്ല. ഇനി അത് വരട്ടി 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 അയ്യോ ഒരറ്റം പിടിക്കും. അത് വരട്ടി 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 വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡ് കണ്ട സ്റ്റാൻഡ് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എനിക്കിതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം. ഞാൻ എൻ്റെ ചേച്ചിയുടെ അവിടെയൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കടങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റൂല എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പഴയ പണ്ടത്തെ സ്റ്റാൻഡ് കണ്ട ഈ സ്റ്റാൻഡിലാണ് പാത്രങ്ങളൊക്കെ വയ്ക്കുന്നത്. കണ്ട ഈ സ്റ്റാൻഡ് വർഷങ്ങളായെന്ന് പറഞ്ഞാൽ 10-20 വർഷത്തിൽ കൂടുതലായി. എനിക്കൊരിക്കൽ മുമ്പ് വാങ്ങിയതാണ് ഞാൻ. അപ്പോൾ പിന്നെ കണ്ട ഞാൻ എന്നിട്ട് ഇപ്പോഴും പുതിയ സ്റ്റാൻഡ് ഇപ്പം ഈ വീട് പണി ചെയ്തപ്പോൾ ഒരു പയ്യനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കണ്ട അത് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ 2 തട്ട് കണ്ട കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ 2 തട്ട് ഇങ്ങനെ നീളത്തിൽ വെച്ചു. കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഇത് പാത്രങ്ങളൊന്നും വയ്ക്കായതല്ലായിരുന്നു. അപ്പം അവൻ എന്നോട് ചോദിച്ചു, ചേച്ചി ഇത് അങ്ങ് ചീത്തയായിപ്പോയി, ഒരു തട്ടോ ഇളകിപ്പോയി, ചേച്ചി ഇതങ്ങ് കളയിട്ടാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടടാ, എന്നെ ഇത്രയും വർഷം ഹെൽപ്പ് ചെയ്ത് സഹായിച്ച് എന്നെ എൻ്റെ കൂട്ടത്തിൽ നിന്നതാണ് നമ്മൾ ഈ സ്റ്റാൻഡ്. അപ്പോൾ അത് കളയണ്ട, നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അത് വെയും മോനെ എന്ന് പറഞ്ഞ്. അപ്പോഴും പറഞ്ഞ് അതിനകത്ത് ചേച്ചി ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞ് 2 സ്ക്രൂ ഒക്കെ വെച്ച് എന്നിട്ട് അതിൽ തന്നെ ഞാൻ വെച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ മരുമോളെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇതുപോലത്തെ ഇരിക്കണം. അപ്പം ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം മക്കളെ ഇതുപോലത്തെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോനും മോളും കേട്ടോണ്ടിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാനത് അപ്പോഴങ്ങ് പറഞ്ഞതങ്ങ് കളഞ്ഞു. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ മോള് ഒരു പാക്കറ്റും കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്കൊരു സാധനം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോന്ന് നോക്കളെ. അത് അമ്മയ്ക്കൊരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു. അപ്പം ഇത് നമ്മൾ 4 വാക്കിനെ അവൾ തന്നെ എടുത്തു, എല്ലാം ഫിറ്റ് ചെയ്തു, സ്ക്രൂ എല്ലാം ഫിറ്റ് ചെയ്തു, കൊണ്ടുവച്ച്. പിന്നെ ഞാൻ പക്ഷേ വെച്ചേക്കിന് എന്തെല്ലാമെന്നറിയാമോ, 2 കസേരയിൽ കാണാമോ എന്നറിഞ്ഞൂടെ, 2 കസേരയുടെ മീതെയാണ് സ്റ്റാൻഡ് വെച്ചേക്കുന്നത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തട്ടില്ല. അപ്പം ഞാൻ 2 ഡൈനിങ് ടേബിളിൽ നമുക്ക് 6 ചെയറുണ്ട്. അതിൽ നിന്ന് 2 ചെയറെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് ആ സ്റ്റാൻഡിൽ കൂടി വെച്ച്. പക്ഷേ എനിക്കിപ്പം ഭയങ്കര സന്തോഷം. നമുക്ക് എത്ര പാത്രങ്ങളാണ് വയ്ക്കാം. ഇതൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ പാത്രങ്ങളാണ്. ഞാൻ ഇപ്പം പുതിയതൊന്നും അങ്ങനെ വാങ്ങിക്കില്ല. അപ്പം ഇന്നാൾ ഞാൻ മുമ്പ് നമ്മൾ ജുവലറിയിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് 2 സെറ്റ് പാത്രം കിട്ടി. അപ്പം ഞാൻ അതെടുത്തില്ല.
എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോഴെടുക്കാൻ, കല്യാണമൊക്കെ വരണമല്ലെന്നും പറഞ്ഞ് എടുക്കാൻ വേണ്ടി വെച്ചിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും കൂടുതലൊന്നും വാങ്ങിക്കൂല. കാരണം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. 10 രൂപ കിട്ടിയാൽ അത് 100 രൂപയാക്കി ഞാനത് എന്തെങ്കിലും ഒരു കടം വീട്ടും. അപ്പം അങ്ങനെ അത് ഇപ്പോഴാണ് കുറച്ചായിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് വരണത്. എന്നാലും ഒരുപാടൊന്നും ആയില്ല. അങ്ങനെയൊക്കെ പോണ്.